+2 സയൻസ് എടുത്ത് പഠിച്ച ഒരാൾക്ക് എങ്ങനെ മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരാം എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓൾറെഡി ഇതിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡ് വരെയായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മർച്ചന്റ് നേവി, അതിന് ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ എന്തൊക്കെയാണ് മർച്ചന്റ് നേവിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എപ്പിസോഡ് 1 തൊട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും +2 പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും സയൻസ് സബ്ജക്റ്റ് നിർബന്ധമാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 3 സബ്ജക്റ്റിന്റെയും ആവറേജ് എടുക്കുമ്പോൾ ഒരു 60% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ DNS, അതുപോലെ BE മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് ഈ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്. അതിന്റെ ബേസിക് ക്രൈറ്റീരിയ ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 60% മാർക്ക് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതില്ലാണ്ട് നമുക്ക് ഒരു കാരണവശാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് IMU CET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുള്ള കാര്യമാണ്. IMU CET എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാണ്ട് നമുക്ക് ഈ പറഞ്ഞ 3 കോഴ്സുകൾക്കും എവിടെയും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അതിന് മാനേജ്മെന്റ് സീറ്റോ നിങ്ങൾ പൈസ കൊടുത്തോ സീറ്റ് വാങ്ങാം എന്നൊക്കെ വിചാരിച്ചാലും നടക്കില്ല. കാരണം നമ്മൾക്ക് IMU CET ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് ആണ്. എന്തിനാണ് സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്നത്? പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ജോബ് കിട്ടാനാണ് മർച്ചന്റ് നേവിയിൽ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ജോബ് കൺഫേം ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്ത് തന്നെ പഠിച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പോൺസർഷിപ്പ് നിർബന്ധമായിട്ടും എടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് DNS ആണ്. DNS നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ലോകമണ്ടത്തരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും DNS പോകുന്നവർ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക. അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈവൻ BE മറൈൻ എഞ്ചിനീയറിംഗ് ആയാലും BSc ആയാലും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ എടുത്ത് പഠിക്കുന്നത് തന്നെയാണ് അതിനും നല്ലത്. കാരണം നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് പഠിക്കാം. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ള കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇനി ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായാലും +2 പഠിച്ചു കഴിഞ്ഞ ആളാണെങ്കിലും നിങ്ങൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് സ്പോൺസർഷിപ്പിനാണ്. സാധാരണ IMU CET എക്സാമിന് മുമ്പ് തന്നെ സ്പോൺസർഷിപ്പ് എക്സാമിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആവും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വെക്കുന്ന സ്പോൺസർഷിപ്പിന്റെ ആപ്ലിക്കേഷൻസ് ആദ്യം തന്നെ കൊടുക്കുക. IMU CET എക്സാമിന്റെ ആപ്ലിക്കേഷൻ അതിനുശേഷം കൊടുക്കുക. ഇതിൽ ഏതാണോ ആദ്യമേ വരുന്നത് അത് നിങ്ങൾക്ക് ആദ്യം തന്നെ കൊടുക്കാം. അതായത് ഞാൻ IMU CET എക്സാം കഴിഞ്ഞ ശേഷം മാത്രമേ സ്പോൺസർഷിപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് എക്സാമിന്റെ ഡേറ്റും എക്സാമും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. സോ ഇത് നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആദ്യമേ കൊടുക്കാം. അപ്പോൾ IMU CET എക്സാം കൊടുത്തു, സ്പോൺസർഷിപ്പ് എക്സാം കൊടുത്തു. അതിനുശേഷം നമ്മളുടെ +2 റിസൾട്ട് വരുമ്പോൾ നമുക്ക് മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പ് തരുന്ന കമ്പനിയുടെ ക്രൈറ്റീരിയ ആയിട്ടുള്ള 65 70 എത്രയാണോ അവർ പറയുന്നത് ആ ഒരു മാർക്കും ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. DNS കോഴ്സിന് മാത്രം ഫെബ്രുവരിയിൽ ഒരു ബാച്ചും കൂടി ഉണ്ട്. അതായത് ഫെബ്രുവരി 2026 ഒരു ബാച്ചും കൂടി ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഫെബ്രുവരി ബാച്ചും കൂടി DNS കോഴ്സുണ്ട്. അപ്പോൾ ഫെബ്രുവരി ബാച്ചിനുള്ളവർക്കും ഈ IMU CET എക്സാം തന്നെയാണ് എഴുതേണ്ടത്. അതിനുവേണ്ടി സെപ്പറേറ്റ് IMU CET എക്സാം നടത്തുകയില്ല. അപ്പോൾ ഫെബ്രുവരി ബാച്ചിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ IMU CET എക്സാം മറക്കാണ്ട് കൊടുക്കുക. IMU CET എക്സാം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫെബ്രുവരിയിലേക്കുള്ള ബാച്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം സിമ്പിൾ ആയിട്ട് നഷ്ടപ്പെടും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് സ്പോൺസർഷിപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക, IMU CET ആപ്ലിക്കേഷൻ കൊടുക്കുക. +2 ഓൾറെഡി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ +2 റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിലും അവർക്ക് പഠിച്ച് ഓഗസ്റ്റ് മുമ്പ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരും. ജൂണൊക്കെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മർച്ചന്റ് നേവിയെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പുതിയ വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.